നീയല്ലാതില്ലെനിക്കൊരാശ്രയം ഭൂവിൽ. നിന്മാർവിലല്ലാതില്ലെനിക്കു വിശ്രാമം ഏറെ. ഈ പാരിലും പരത്തിലും നീ സ്തുല്യനൻ പ്രിയൻ. എൻ രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്രദമായ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിപ്പാൻ തക്കവണ്ണം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും ദൈവത്തിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നമുക്ക് പ്രഭാതത്തിൽ ധ്യാനിക്കുവാനുള്ള വിഷയമെന്ന് പറയുന്നത് മുങ്ങുന്ന രീതിയിൽ സ്നാനം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 5 മുതൽ 6 വരെയുള്ള ഭാഗങ്ങൾ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അന്ന് യെരുശലേമിലും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ഇവിടെ സ്നാനത്തെക്കുറിച്ചാണ് ദൈവവചനം നമ്മളോട് സംസാരിക്കുന്നത്. ഇന്ന് അനേകം രീതിയിലുള്ള സ്നാനങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അന്ന് യോർദാൻ നദിയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു കാലത്ത് ശക്തവും ആരോഗ്യകരവുമായ ഒരു നദിയായിരുന്നു യോർദാൻ നദി. ഇന്ന് അത് മലിനീകരണത്തോട് വിട്ടുവീഴ്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. മലിനീകരണങ്ങളോട് വിളകൾക്കും നഗരങ്ങൾക്കുമായി ഏകദേശം 90% വെള്ളവും അതിനായിട്ട് വിനിയോഗിക്കുകയും അതിനെ വഴിമാറ്റി വ്യതിചലിപ്പിച്ചുകൊണ്ട് അതിൻ്റെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് അതിപ്പോൾ ഒരു ശോചനീയമായ അവസ്ഥയിലൂടെയാണ് യോർദാൻ നദി കടന്നു പോകുന്നത്. എങ്കിൽ പോലും ഇന്ന് 1,00,000-ഓളം വരുന്ന സഞ്ചാരികൾ അവിടെ കടന്നു ചെല്ലുകയും ആ കർത്താവായ യേശുക്രിസ്തു സ്നാനപ്പെട്ടതായിട്ടുള്ള ആ നദിയിലേക്ക് അതിനെ നോക്കിക്കാണുവാൻ തക്കവണ്ണം അനേകം പേരും കടന്നു ചെല്ലുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ തീർത്ഥാടകരിൽ പലരും അവിടെ സ്നാനപ്പെടുവാൻ തക്കവണ്ണവും കടന്നു പോകാറുണ്ട്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ ആഴത്തിൽ നോക്കുമ്പോൾ സ്നാനപ്പെടുന്ന രീതി എന്ന് പറയുന്നത് മുങ്ങി സ്നാനപ്പെടുന്നതായിട്ടുള്ള രീതിയാണ് യഥാർത്ഥമായിട്ടുള്ളത് എന്ന് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. യോഹന്നാൻ സ്നാപകൻ യോർദാനിൽ ആളുകളെ സ്നാനപ്പെടുത്തി എന്ന് പുതിയ നിയമം പറയുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം ഇപ്രകാരം സൂചിപ്പിക്കുന്നു: അപ്പോൾ യഹൂദ്യ ദേശം മുഴുവനും യെരുശലേമിൽ നിന്നുള്ളവരും അവന്റെ അടുക്കൽ പുറപ്പെട്ട് എല്ലാവരും തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. ദൈവസന്നിധിയിൽ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ടുകൊണ്ട് അവർ സ്നാനം സ്വീകരിച്ചതായിട്ട് വേദപുസ്തകം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മൾ മനസ്സിലാക്കുക, യഥാർത്ഥ രീതിയിൽ നാം സ്നാനമേറ്റുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ഈ അന്ത്യനാളുകളില് ദൈവത്തിന്റെ പാതയില് മുന്നേറുവാനാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം ഇന്ന് പകൽക്കാലം വിളിക്കുന്നത്. മാനസാന്തരപ്പെട്ട ഈ വിശ്വാസികൾ സ്നാനമേറ്റ രീതി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ പറയുന്നു, തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, അവർ മുങ്ങിയാണ് സ്നാനപ്പെട്ടത് എന്ന് വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നു.
യോഹന്നാനും ശാലേമിനരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യവും ഇപ്രകാരമാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അയാൾക്ക് വളരെ വെള്ളം ആവശ്യമായിരുന്നു എന്ന വസ്തുത സൂചിപ്പിക്കുന്നത് അവൻ തളിച്ചുകൊണ്ടുള്ളൊരു സ്നാനമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. യേശുവിന്റെ യോർദാനിലെ സ്നാനം മുങ്ങിയാണ് നടന്നത് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കുന്നു. യേശു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം ആദിമസഭയിൽ ഈ സമ്പ്രദായം തുടർന്നു വന്നിരുന്നു. ഫിലിപ്പോസ് എന്ന സുവിശേഷകൻ എത്യോപ്യക്കാരനെ സ്നാനപ്പെടുത്തിയത് ഏറ്റവും മികച്ച ഉദാഹരണമാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെ അവർ തേർ നിർത്തിവാൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിലിറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. അതിനുശേഷം അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ വാക്യം 39 ഇപ്രകാരം കൂട്ടിച്ചേർക്കുന്നു: മുങ്ങുന്ന രീതിയിൽ സ്നാനം തിരഞ്ഞെടുക്കുന്നവർ യേശുവിന്റെ മാതൃകയാണ് പിന്തുടരുന്നത് എന്ന് വിശുദ്ധ ഗ്രന്ഥം വ്യക്തമാക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നാം ഇവിടെ വായിച്ചു കേട്ടതായിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും മുങ്ങി സ്നാനത്തെയാണ് വേദപുസ്തകം നമ്മളോട് സംസാരിക്കുന്നത്. പുതിയൊരു വ്യക്തിയാണ്. ആ പുതിയ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കുന്നതായിട്ടുള്ളൊരു പൈതലായിരിക്കണം. അപ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസാന്തരത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് മുങ്ങി സ്നാനപ്പെട്ടുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ ആയിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, വഴി നടത്തുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, അടിയങ്ങളിതാ ദൈവമേ അപ്പന്റെ സന്നിധിയിലേക്ക് താഴ്മയായി കടന്നു വരുന്നു. അവന്റെ വലിയ കൃപ ദൈവമേ യേശുവേ അടിയങ്ങളോടുകൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു നാഥ. പ്രത്യേകിച്ച് കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രഭാതത്തിൽ ഈ ധ്യാനിച്ചതായിട്ടുള്ള ഈ വിഷയം കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവമേ അതൊരു പുതിയ അറിവായിരിക്കാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണമേ. ഇത് കേൾക്കുന്നതായിട്ടുള്ള അനേകം പേരുടെ ഹൃദയങ്ങളിലും വചനം പഠിക്കുവാനും ക്രിസ്തുവിന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് തങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് മാനസാന്തരത്തിന്റെ ഒരു അനുഭവത്തിൽ കടന്നു വന്നുകൊണ്ട് സ്നാനമേൽക്കുവാൻ തക്കവണ്ണം നീ ഇവിടുന്ന് ഓരോരുത്തരെയും സഹായിക്കണം. മാനവും മഹത്വവും അങ്ങെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.